ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയിൽ ഇളവ്. നിനോ മാത്യുവിന്റെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ച ഹൈക്കോടതി 25 വർഷം വരെ പരോളില്ലാതെ കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിച്ചു. അതേസമയം രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തവും കോടതി ശരിവെച്ചു. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ഒന്നാം പ്രതി നിനോ മാത്യുവിന് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചാണ് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അതേസമയം നിനോ മാത്യു 25 വർഷം പരോളില്ലാതെ കഠിന തടവ് അനുഭവിക്കുകയും വേണം. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീൽ ഭാഗികമായി അനുവദിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. രണ്ടാം പ്രതി അനുശാന്തിയുടെ അപ്പീൽ തള്ളിയ കോടതി ഇവരുടെ ഇരട്ട ജീവപര്യന്തം ശരിവെച്ചു. വിധി സ്വാഗതം ചെയ്യുന്നതായി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പ്രതികരിച്ചു. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ ഒന്നാം പ്രതി നിനോ മാത്യുവിനെയും രണ്ടാം പ്രതി അനുശാന്തിയെയും പേരിൽ ഉള്ള ശിക്ഷ ഹൈക്കോടതി ഇന്ന് ശരിവെച്ചു. വിധി സ്വാഗതം ചെയ്യുന്നു. വധശിക്ഷ കൊടുത്തില്ല എന്നല്ലാതെ ആ തടവ് ശിക്ഷ 25 വർഷം റെമിഷൻ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ 25 വർഷം അവിടെ കിടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു വധശിക്ഷ കൊടുത്തില്ല എന്നതിൽ സ്വാഗതം ചെയ്യാത്ത കാര്യം വേണ്ട. അനുശാന്തിയുടെ 4 വയസ്സുകാരി മകളെയും ഭർത്താവിന്റെ മാതാവിനെയുമാണ് സുഹൃത്തായ നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത്. 2016 ഏപ്രിൽ 16-നായിരുന്നു ഇരട്ടക്കൊലപാതകം. ടെക്നോ പാർക്കിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഒന്നാം പ്രതി നിനോ മാത്യുവും രണ്ടാം പ്രതി അനുശാന്തിയും. അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തടസ്സം നിൽക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. സ്വന്തം മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനമാണെന്നായിരുന്നു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരാമർശം. അനുശാന്തിയുടെ ഭർത്താവിനെയും നിനോ മാത്യു വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.